ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അതായത് ആധാറിൻ്റെ ഒരു ചെറിയ ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മൾ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആധാർ എടുക്കാനായിട്ട് പറ്റും. ആ സമയത്ത് നമ്മൾ ബയോമെട്രിക് ചെയ്യാറില്ല. അതായത് നമ്മുടെ തമ്പിൻ്റെ ഡീറ്റെയിൽ ആയാലും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമണിയുടെ ഡീറ്റെയിൽ നമ്മൾ എടുക്കാറില്ല, ബയോമെട്രിക് ചെയ്യാറില്ല. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണ് കൊടുത്ത് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ 5 വയസ്സിലും 15 വയസ്സിലും നമുക്ക് ആധാർ മസ്റ്റായിട്ടും നമ്മൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ അത് പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആധാർ വന്നിട്ട് അസാധുവായി പോകുന്നതാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങൾ 5-ാമത്തെ വയസ്സിലും പുതുക്കേണ്ടതായിട്ടുണ്ട്, അതുപോലെ 15-ാമത്തെ വയസ്സിലും പുതുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് പുതുക്കാനായിട്ട് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവിടെ അവർ പുതുക്കി തരും. ഇത് നമുക്ക് സൗജന്യവും ആയിരിക്കും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇനി ആ ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ചാർജസ് എടുക്കും. അതായത് 5 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ 7 വയസ്സിനുള്ളിൽ പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജസ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി 7 വയസ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പുതുക്കുന്നതെങ്കിൽ 100 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 15-ാമത്തെ വയസ്സിൽ നമ്മൾ പുതുക്കേണ്ട ആധാർ നിങ്ങൾ 17 വയസ്സിനുള്ളിൽ വരെ നിങ്ങൾക്ക് സൗജന്യമായി പുതുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പുതുക്കുന്നതെങ്കിൽ ചാർജസ് 100 രൂപ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇൻ കേസ് ഇത് പുതുക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ആധാർ കാർഡ് വന്നിട്ട് അസാധുവായി പോകും. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് പുതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് തന്നെ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.